ചിങ്ങമാസ പുലരിയിൽ ശബരിമല ദർശനത്തിന് വൻ ഭക്തജനത്തിരക്ക്. ചിങ്ങമാസ പൂജകൾക്കായി ഇന്നലെയാണ് ശബരിമല നട തുറന്നത്. തന്ത്രി കണ്ഠരര് രാജീവർക്കൊപ്പം മകൻ ബ്രഹ്മദത്തനും ഇത്തവണ മുതൽ താന്ത്രിക കർമ്മങ്ങൾക്ക് ക്ഷേത്രത്തിലുണ്ടാകും. സന്നിധാനത്ത് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനും കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നിന്ന് ദീപക് തർമ്മടവും നമുക്കൊപ്പം ചേരും. ആദ്യം ശബരിമല സന്നിധാനത്ത് നിന്ന് ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ആൻഡ് ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം. ശ്രീജിത്ത്, സന്നിധാനത്ത് നല്ല ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. നമ്മൾ ഇന്നലെ സന്നിധാനത്ത് എത്തുമ്പോൾ തന്നെ കുറേയധികം ആളുകൾ ആ മരക്കൂട്ടത്തും അതുപോലെ തന്നെ പമ്പയിലും ഒക്കെ തമ്പടിച്ചിരിക്കുന്ന കാഴ്ച കാണാമായിരുന്നു. നമുക്ക് അപ്പോഴേ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു രാവിലെയോടുകൂടി കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്ന്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ പകർത്തുന്നത്. ചിങ്ങമാസ പുലരി, മലയാളിയുടെ പുതുവർഷം, അത് അയ്യപ്പനെ കണ്ട് ദർശനം നടത്തി തൊഴുത് മടങ്ങുക എന്നതാണ് അവരുടെയൊക്കെ ഒരു ജന്മസാഫല്യം അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തവണ തന്ത്രി കണ്ഠരര് രാജീവർക്കൊപ്പം മകൻ കണ്ഠരര് ബ്രഹ്മദത്തനും ഈ താന്ത്രിക വിധിയിലേക്ക് പൂർണ്ണ സമയത്തേക്ക് എത്താൻ പോകുന്നു എന്ന ഒരു സന്തോഷകരമായ കാര്യമാണ് ആ തന്ത്രി കുടുംബത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ബ്രഹ്മദത്തനും എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നു. രാവിലെ നവകലശ പൂജ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണെങ്കിലും പൂർണ്ണ മേൽനോട്ടത്തിലാണെങ്കിലും ബ്രഹ്മദത്തനായിരുന്നു നടത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു ബ്രഹ്മദത്തനുമായും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായൊക്കെ സംസാരിച്ചിരുന്നു. ഇതൊരു നിയോഗമാണ്, അങ്ങനെ അച്ഛനെ സഹായിക്കുക എന്നത് നിയോഗമാണ്. എല്ലാം ബിരുദധാരിയാണ്, പക്ഷേ അയ്യപ്പന് വേണ്ടി അല്ലെങ്കിൽ അച്ഛനെ സഹായിക്കുക എന്നത് ഒരു നിയോഗമാണ് എന്നാണ് ബ്രഹ്മദത്തൻ നമ്മളോടൊക്കെ പറഞ്ഞത്. എന്തായാലും വൻ ഭക്തജന തിരക്ക് തന്നെയാണ് ഉള്ളത്. രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു പല മേഖലകളിലും പെയ്തിരുന്നത്. ആ മഴ വകവയ്ക്കാതെ തന്നെ നിരവധി ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പത്തനംതിട്ടയിൽ ഓറഞ്ച് അലർട്ടാണ്, പക്ഷേ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ശബരിമലയിലേക്കുള്ള ഭക്തജന തിരക്കിൽ യാതൊരു കുറവുമില്ല. കാര്യമായ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. പമ്പാനദിയിൽ ജലനിരപ്പ് ചെറുതായി ഒന്ന് ഉയർന്നിട്ടുണ്ടെങ്കിലും കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. എന്തായാലും ചിങ്ങമാസ പുലരിയിൽ അയ്യപ്പ ദർശനത്തിനായി നിരവധി ഭക്തരാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, താങ്ക് യു.